എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ഫോട്ടോഗ്രാഫി ചേട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി വേണ്ട ഒരു കല്യാണം, ഒരു മാമോദീസ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളായിക്കോട്ടെ, വധു എപ്പോൾ ഇറങ്ങണം, വരൻ എപ്പോൾ ഇറങ്ങണം, വധുവിൻ്റെ അച്ഛനെപ്പോൾ സ്റ്റേജിൽ കയറണം, വരൻ്റെ അച്ഛനെപ്പോൾ സ്റ്റേജിൽ കയറണം, ഫംഗ്ഷൻ എപ്പം നടക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ചേട്ടന്മാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ആകെ ടോട്ടൽ മൊത്തം ആദ്യവും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരെയുള്ള കാര്യങ്ങൾ ചെയ്യണതും ഇടപെടലുന്നതും ഒക്കെ അതിന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അത് ചരിത്രത്തിലേക്ക് ഒപ്പിയെടുത്ത് സൂക്ഷിക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ എയർലിങ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റുഡിയോകളിലൊന്നാണ് എയർലിങ്ക് സ്റ്റുഡിയോ. അതിൻ്റെ ഇപ്പോൾ നടത്തിപ്പുകാരനായിട്ടുള്ള നമ്മുടെ ടോൾജി ചേട്ടൻ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ടോൾജി ചേട്ടൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ സ്റ്റാറുകളായിട്ടുള്ള സ്റ്റാർ ജോസേട്ടൻ, ലെൻസായിട്ടുള്ള ലെൻസ്മാൻ ചേട്ടൻ, ഇങ്ങനെയുള്ള ചേട്ടന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരാകെ ടോട്ടൽ മൊത്തം ഇവരോട് ചാലക്കുടിയിലെ ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റിയും ഒക്കെ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അകത്തേക്ക് കടന്നു, എയർലിങ്ക് സ്റ്റുഡിയോയുടെ അകത്ത് കടന്നു നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, സ്മൈൽ പ്ലീസ്, അകത്തേക്കല്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എയർലിങ്ക് സ്റ്റുഡിയോ, ഇന്നിപ്പോൾ ഈ കാണുന്ന സ്റ്റുഡിയോ നമ്മുടെ ബ്ലോക്ക് ഓഫീസിൻ്റെ തൊട്ട് മുന്നായിട്ട് ആധാരം എഴുതുന്ന ആളുകളുടെ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിലാണ്. പക്ഷേ ഇത് ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് CVയുടെ ബിൽഡിങ്ങിലായിരുന്നു. അന്നത്തെ ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പ്രസ് ക്ലബിന് വേണ്ടി, പത്രക്കാർക്ക് വേണ്ടി ഒരുപാട് ഫോട്ടോസ്, വാർത്തകൾ, ഇതൊക്കെ ഈ സ്റ്റുഡിയോയിൽ കൊണ്ടാണ് കൊടുക്കാറ്. അപ്പോൾ പത്രക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എയർലിങ്ക് സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയുടെ സ്ഥാപകനും ഇതിൻ്റെ എല്ലാമായിരുന്നു നമ്മുടെ തോമസ് ചേട്ടൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ടോൾജി എന്ന് പറഞ്ഞ ചേട്ടനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടോൾജി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോ നടത്തുന്നത്. അപ്പോൾ എയർലിങ്ക് സ്റ്റുഡിയോ ചാലക്കുടിക്കാരുടെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ ഒരുപാട് പഴയ സ്റ്റുഡിയോയിലും ചാലക്കുടിയിലുണ്ടായിരുന്നു. അവയെപ്പറ്റിയൊക്കെ അറിയാനും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സായിട്ടുള്ള ചേട്ടന്മാരോട് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട ആകെ ടോട്ടൽ മൊത്തം ഫോട്ടോഗ്രാഫി കിടക്കുന്ന 3 ചേട്ടന്മാർ ഇതാ ഇവിടെ ഉണ്ട്. ഈ ചേട്ടൻ മനസ്സിലായില്ലേ? ഇദ്ദേഹമാണ് ലെൻസ്മാൻ. മനസ്സിനും ഹൃദയത്തിനും ലെൻസായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്ന ചേട്ടനാണ് ലെൻസ്മാൻ. ലെൻസ്മാൻ ചേട്ടൻ. പിന്നെ ഇരിക്കുന്ന ചേട്ടനാണ് നമ്മുടെ ടോൾജി ചേട്ടൻ. വളരെ നിർബന്ധിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോയ്ക്ക് മുന്നിൽ കൊണ്ട് ഇരുത്തിയിട്ടുള്ളത്. ഈ ചേട്ടനെ ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും അറിയാം. ആളൊരു സ്റ്റാറാണ്, സ്റ്റാർ ജോസ്. അപ്പം അങ്ങനെ 3 പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ്. ഇവർ മാത്രമല്ല കേട്ടോ, ചാലക്കുടിയിൽ ഇനിയും ഘനഗംഭീരന്മാരായ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും കാണുന്ന 3 ചേട്ടന്മാരാണ് ഇവർ. അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. ചാലക്കുടിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം എന്ന് വെച്ചിട്ടാണ് ഇവരെ പിടിച്ചിരുത്തിയതാണ്. നമുക്ക് എന്തായാലും കാര്യങ്ങൾ ചോദിച്ചറിയാം. ചാലക്കുടിയുടെ പഴയകാല ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തുടങ്ങാൻ എനിക്ക് ഓർമ്മയുള്ളത് ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന ടോൾജിയുടെ പിതാവ് തോമസ് ചേട്ടൻ. അപ്പോൾ ടോൾജിയുടെ പിതാവ് നൽകിയല്ല, അതിന് മുമ്പ് തന്നെ തോമസ് ചേട്ടനെ ഒരു ഫോട്ടോഗ്രാഫർ നൽകിയ വളരെ അടുത്ത് പരിചയമുണ്ട്. കാരണം ഞാനൊക്കെ സംഘടനയിൽ വരുമ്പോൾ തുടങ്ങി കാണുന്ന തോമസ് ചേട്ടനാണ്. പത്രക്കാരുടെയൊക്കെ ഒരു എന്താ പറയുക, അതൊരു ഫോട്ടോഗ്രാഫറാണെന്ന് പറയാം. കാരണം ചാലക്കുടിയിലെ ഒരു ചരിത്രം എടുക്കുമ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ ഇന്ദിരാഗാന്ധി വന്നത് മുതലുള്ള പല പല പ്രശസ്തമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫോട്ടോസ് പത്രക്കാർക്ക് വേണ്ടി എടുത്തിരുന്നത് അദ്ദേഹമാണ്. ഇവിടെ ചാലക്കുടി പ്രസ് ക്ലബിൻ്റെയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്മരണാർത്ഥം ഇപ്പോഴും പ്രസ് ക്ലബ്ബൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ മെമ്പറായിരുന്നുള്ളതാണ് തോമസ് ചേട്ടൻ. ഞാനൊക്കെ പ്രവർത്തിക്കുന്ന KPAയിൽ ഞാനും തോമസനൊക്കെ ഒരുമിച്ച് ഞാൻ വളരെ എന്താ പറയുക ജൂനിയറായിട്ട് തന്നെ തോമസിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലെ ഒരു ഫോട്ടോഗ്രാഫി ചരിത്രം എനിക്ക് ഓർമ്മയുള്ളത് അതിന് മുമ്പ് ഉണ്ടാവാം ഉള്ള അന്നത്തെ പഴയകാല കുറേ സ്റ്റുഡിയോകൾ എന്ന് പറയുന്നത്. പഴയകാല സ്റ്റുഡിയോകൾ എന്ന് പറയുമ്പോൾ ചേട്ടൻ ഓർമ്മയുള്ള സ്റ്റുഡിയോകൾ ഏതൊക്കെയാണ്? പഴയകാല സ്റ്റുഡിയോകൾ മാത്യു സ്റ്റുഡിയോ, പീതർ സ്റ്റുഡിയോ, വിൽസൺ സ്റ്റുഡിയോ, എയർലിങ്സ് സ്റ്റുഡിയോ, തോമസ് ചേട്ടൻ്റെ എയർലിങ്സ് സ്റ്റുഡിയോ, അതൊക്കെയാണ് പഴയകാലത്തുള്ള സ്റ്റുഡിയോകൾ എൻ്റെ ഓർമ്മയുള്ളത്. ഇപ്പോൾ ചേട്ടൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര ആളുണ്ടോ? ഞാൻ 25 വർഷം. 25 വർഷം മുൻപ് അല്ലെങ്കിൽ അതിക്ക് മുൻപ് ചേട്ടനൊക്കെ ഓർമ്മയുള്ള സമയത്ത് തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു സമൂഹത്തിലുള്ളൊരു സ്ഥാനം എങ്ങനെയായിരുന്നു? പണ്ട് കാലത്ത് ഇതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? ഫോട്ടോഗ്രാഫർമാർ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഫോട്ടോഗ്രാഫറായിരുന്നു.
ഇന്ന് ഇപ്പം നമുക്കറിയാം ആ ചടങ്ങിൽ വരുന്നത് പകുതി പേര് ഫോട്ടോഗ്രാഫർമാരെന്ന് പറയാം. കാരണം എല്ലാവരും മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പ്രാധാന്യം കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അത് അതിൻ്റെതായ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി എടുക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ വേണം. പക്ഷെ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 25 വർഷത്തിലധികമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഞാനൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഫോട്ടോഗ്രാഫി ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കളറിലേക്ക് മാറി, കളറിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നു. ഡിജിറ്റൽ തന്നെ അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ അടുത്തൊരു ഡെവലപ്മെൻറ്റ്സിലേക്ക് മിറർലെസ്സിലേക്ക് പോയി ഇപ്പം. അപ്പോൾ ഫോട്ടോഗ്രാഫി അതിൻ്റെ സാങ്കേതികമായ രീതിയിൽ വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിദൂരം എന്ന് പറയുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക. അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പേരൊക്കെ പഴയ കാലത്ത് അതായത് കാലഘട്ടത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും എനിക്ക് പറയാം, ചാലക്കുടി ഫോട്ടോഗ്രാഫർമാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരുള്ളത് ചാലക്കുടി തന്നെയാണ്. ചാലക്കുടിയിലാണ്. കാരണം കേരളത്തിനകത്തുനിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ പോയി പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ കവർ ചെയ്യുന്നത് ചാലക്കുടിയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. ടോൾ ചേട്ടാ, ചാലക്കുടിയിലെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ അവകാശിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ടോൾ ചേട്ടൻ. കുറച്ചും കൂടി വളരെ മസിൽ പിടിച്ച് ഗൗരവത്തോടുകൂടി ഇരിക്കേണ്ട ഒരാളാണ്. എന്താണ് ശരിക്കും പറഞ്ഞൊരു എയർലിങ്ക് സ്റ്റുഡിയോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? തോമസ് ചേട്ടനാണ് അതിൻ്റെ എല്ലാ കാര്യവും, ചേട്ടൻ്റെ അപ്പച്ചൻ. പക്ഷെ ആ സ്റ്റുഡിയോയും ആ സ്റ്റുഡിയോയിലെ നിമിഷങ്ങളും ചേട്ടന് സമ്മാനിച്ച എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആവാനായിട്ടുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു? ജക്സ് പറഞ്ഞ പോലെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചത് മാധ്യമ പ്രവർത്തനവും ഫോട്ടോഗ്രാഫിയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നുള്ളത് ഒരു ചിന്തയാണ്. അത് പണ്ട് മുതലേ അതെൻ്റെ മനസ്സിൽ കയറി ഇരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുതിയൊരു സ്റ്റുഡിയോ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു തന്നത് പ്രസ് ക്ലബ്ബിലെ കാരണവരായ കൃഷ്ണൻ നായരാണ്. MLA ഉൾപ്പെടെയുള്ള പലരും ആ പരിപാടിയിൽ പങ്കെടുത്തു എങ്കിലും അദ്ദേഹത്തിന് അത് ചെയ്തു തരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സംതൃപ്തി തന്ന ഒരു കാര്യമായിരുന്നു. വാസ്തവത്തിൽ ഓഗസ്റ്റ് 19 വളരെ സന്തോഷമുള്ള ദിവസമാണ്, ലോക ഫോട്ടോഗ്രാഫി ദിനം. വാസ്തവത്തിൽ ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഞങ്ങളുടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ പ്രാദേശിക തലത്തിൽ നടത്താതിരുന്നത്. ഇന്നലെ ഞങ്ങളുടെ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പരിഹാരത്ത് നടത്തിയിരുന്നു. 100 കണക്കിന് സാധാരണക്കാർ അതിൻ്റെ ഫലം അനുഭവിച്ചു ഇന്നലെ. ജോസേട്ടാ, ഇപ്പോൾ ഈ പുതിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മുന്നിൽ പഴയകാല ഫോട്ടോഗ്രാഫേഴ്സ് ഒരു പകച്ചു നിൽക്കുന്നൊരു സംഭവം, വിഷമിച്ച് നിൽക്കുന്നൊരു സംഭവം പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പല ചേട്ടന്മാരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും പഴയകാല ഫോട്ടോഗ്രാഫേഴ്സ് അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ സൗഹൃദവേദിയിലൊക്കെ ഞങ്ങൾ പറയാറ്, ചാലക്കുടിയിലൊക്കെ ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പൊക്കെ നമ്മൾ വിളിച്ചാൽ നമുക്ക് ഡേറ്റ് കിട്ടാത്ത ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാരുണ്ടായിരുന്നു. അവരുടെ ഒന്നും ടാലൻറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ അവരൊക്കെ ഒരുപാട് ബാക്കിലേക്ക് വർക്ക് ഒരുപാട് കുറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ തലമുറ ഒരുപാട് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. അവർ കാണിക്കുന്ന നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ എന്തൊരു കാര്യങ്ങളാണെങ്കിലും പിള്ളേർ ഇഷ്ടപ്പെടുന്ന കുറേ ഗിമ്മിക്കുകളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ഒപ്പം പിള്ളേർ ഇഷ്ടപ്പെടുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, പുതിയ ഫോട്ടോഗ്രാഫിൽ പിള്ളേർ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മരത്തിന്റെ മുകളിൽ ഞാണ്ട് കിടക്കുന്നു, താഴെ കിടക്കുന്നു, അതെ എന്നതുപോലെയുള്ള ഒരുപാട് കാറ്റഗറി വന്നു. അപ്പൊ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് പഴയ തലമുറയ്ക്ക് കഴിയില്ല. കാരണം അവർ പഠിച്ചു വന്നിട്ടുള്ളത് വേറെ ഒരു രീതിയിൽ കൂടെയുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് അവർ പഠിച്ചു വന്നിട്ടുള്ളത്. പഴയ തലമുറ നോക്കി നമുക്കറിയാം, നല്ല വസ്ത്രധാരണത്തിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചെയ്ത് നല്ല വെടുപ്പിലേക്ക് വരുന്ന ആളുകളാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ ആ ഒരു കാര്യത്തിൽ നോക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ AKP സംഘടനയോട് അതിനൊക്കെ വേണ്ടപ്പെട്ട ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ തലമുറ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ട്. സത്യം തന്നെയാണ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഒരു സംതൃപ്തി, ഫോട്ടോ എടുത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ഇറങ്ങിക്കഴിയണ വരെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ടെൻഷനും സംതൃപ്തി ഉണ്ടല്ലോ, അതെന്താണ് സംഭവിച്ചിരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളൊരു വെഡ്ഡിങ് വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നമ്മൾ ആൽബം കൊണ്ടു കൊടുത്ത കൈയോട് നമ്മളൊരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ വർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് വേഗം പോരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് തൃപ്തികരമായിട്ടുള്ള അല്ലെങ്കിൽ മികച്ച ചില പിക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആൽബത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ ഇത് കണ്ട് കസ്റ്റമറുടെ അഭിപ്രായം അറിയുന്നവരെ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ പറയും ഈ ഫോട്ടോ നന്നായില്ല, ഇതെപ്പോഴത്തെ ഞാൻ കണ്ടില്ലല്ലോ, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ വരും. അപ്പോൾ ആ ഒരു തൃപ്തി ഇത് കഴിഞ്ഞ് വന്നിട്ട് അവരവരുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും കൂടി നമ്മളോട് നേരിട്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ കാൻഡിഡായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് 100% സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ് അത്തരം ഇതുപോലെ കമൻസ് ഒക്കെ വരുമ്പോഴേ. അല്ലാതെ മറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ അഭിനന്ദിക്കാറുണ്ട് അങ്ങനെ വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്? സാധാരണ ആദ്യകാല തലമുറയിൽ ശരിക്കും പറഞ്ഞില്ല. ആദ്യകാല തലമുറയിൽ ഞാൻ കേട്ടിട്ടുള്ളത് നന്നായിട്ട് പടം എടുക്കുന്ന ആളെ മറ്റേ ആളിങ്ങനെ നോട്ട് ചെയ്യും, കാരണം ഇവൻ എന്നെക്കാളും നന്നായി പടം എടുക്കും, ഇവനെ വെട്ടണം എന്നായിരുന്നു അന്നത്തെ ചിന്ത. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. കുറച്ചും കൂടെ എല്ലാവരും ഒരാൾക്കൊരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ കൂടി അയാളെ വിളിച്ചിട്ട് പറയാം ആ പടം അയച്ചു നോക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മിങ്കിളിംഗ് ഉള്ള ഒരു കാലഘട്ടമാണ്. കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നല്ല പടങ്ങൾ എടുത്ത് അഭിനന്ദിക്കും, നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ലഭിച്ചിട്ട് അഭിനന്ദിക്കാറുണ്ട്. ഈ നല്ല പടമായുള്ള അല്ലെങ്കിൽ എടുത്തെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. കാലഘട്ടം എത്ര മാറിയാലും ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ മുന്നിൽ തൂക്കിപ്പിടിച്ച ക്യാമറയുമായിട്ട് സേവ് ദ ഡേറ്റും മറ്റ് മെമ്മറബിൾ ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി ചേട്ടന്മാർ ഇവിടെ തന്നെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.